അവിടുന്ന് ഇത്രയും എടുത്തതേ ഉള്ളേ. എൻ്റെ കൈ ഇപ്പം തന്നെ ഒരുമാതിരി വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 4th ഗിയറിലാണ് ഒരു 30-ലൊക്കെ പോകുന്നത്. നോക്കിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇത് താരതമ്യേന വളരെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ട്വിൻ സിലിണ്ടർ 450cc എഞ്ചിൻ. ഹേ ഗൈസ്, അഗൈൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച നമ്മുടെ ഏപ്രിൽ RS 457 റിവ്യൂ ആയിട്ട് വന്നതാണ്. ഓക്കെ, നമ്മളിപ്പം ഉള്ളത് മാർത്തള്ളിക്ക് അടുത്തായിട്ട് മോട്ടോപ്ലക്സ് ബാംഗ്ലൂരിലാണ്. ഓക്കെ, സോ അവർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഞാനൊരു സ്പോർട്സ് ബൈക്കിൻ്റെ ഫാനും അല്ല. ഓക്കെ, ആദ്യമേ പറഞ്ഞിട്ട് തന്നെ തുടങ്ങട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു റിവ്യൂ പോലും ആയിരിക്കില്ല. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, നോക്കി ബാക്കി കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ. ഇതാണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി. ഓക്കെ, റേസർ. ഓക്കെ, വല്ലാതെ സ്പോട്ടിന് കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. സീറ്റിംഗ് പോസ്റ്റർ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. ഭയങ്കര സ്പോട്ടി കേട്ടോ. വിചാരിച്ചതിനപ്പുറം ഉണ്ട്. നല്ല കമന്ന് കിടക്കണം എന്നുള്ളൊരു വലിയ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ അതിനകത്തൊരു കാര്യം നോക്കിയിട്ട് ഡേ ടു ഡേ യൂസിന് പറ്റിയൊരു വണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററും വെച്ചിട്ട്. പക്ഷേ ലോവർ RPM തന്നെ നല്ല പവർ കാണുന്നുണ്ട്. അതൊരു ഗുഡ് തിങ് ആണ്. സിറ്റിയിൽ കൂടെ ഓട്ടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പവർ കയറുന്ന രീതിയുണ്ടോ? റോക്കറ്റാട്ടോ. ബ്രേക്കിംഗ് ബൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ആ വണ്ടിയുടെ സൗണ്ട് പക്കാ ഒരു നമ്മുടെ ഇറ്റാലിയൻ സ്റ്റൈല് തന്നെ. ആ ഗിയർ ബോക്സ് പക്ഷേ എനിക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നു കേട്ടോ. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ്, എന്തോ ഒരു നല്ല ടൈറ്റായിട്ടിരിക്കുന്നു ഗിയർ. ഞാൻ അവിടുന്ന് ഇത്രയും എടുത്തതേ ഉള്ളേ. എൻ്റെ കൈ ഇപ്പം തന്നെ ഒരുമാതിരി വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് സെറ്റാവുന്നൊരു വണ്ടിയല്ല, അത് ആദ്യമേ തന്നെ കൺഫേം ചെയ്തു ഞാൻ. പക്ഷെ എടുത്തോണ്ട് പോകാൻ ഇത്രയും പവർ. അത് ഫസ്റ്റിലും സെക്കൻഡൊന്നും മാത്രമൊന്നുമല്ല, ഏത് ഗിയർ ഇട്ടിട്ടും നല്ല പവർ കേട്ടോ. അയ്യോ,
കൈയൊക്കെ ഒരു പരുവായി. ഗ്ലൗസ് ഞാൻ നോർമലി ഡേ ടു ഡേ യൂസിന് വേണ്ടി ഇടുന്നൊരു ഗ്ലൗസാണ് എടുത്തിട്ട്. അത് മണ്ടത്തരമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ എടുത്തോണ്ട് പോവാ കൊള്ളാലോ. ഇതൊരിക്കലും ഒരു ഡേ ടു ഡേ യൂസിനുള്ള വണ്ടിയല്ല കേട്ടോ. നിങ്ങൾ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും നോക്കരുതെന്ന് ഞാൻ പറയൂ. പക്ഷേ ആർഎം ഫൈവിനൊക്കെ ഒരു അപ്ഗ്രേഡ് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിഞ്ച വെച്ച് നോക്കി കഴിഞ്ഞാലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും നല്ല പവറുണ്ട് കേട്ടോ. അതൊരു നല്ല ബൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വന്നിട്ട് 320mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതാണ് ബാക്കിൽ വന്നിട്ട് 220mm ആണ്. നമുക്ക് ഫ്രണ്ടിൽ സിംഗിൾ ഡിസ്ക്കാണ് വരുന്നത്, ഡബിൾ ഡിസ്ക് വരുന്നില്ല എന്നുള്ള ഒരു പോരായ്മയാണ്. അത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു, കാരണം അത്യാവശ്യം നല്ല പവറാണ്. പക്ഷേ ബ്രേക്കിംഗ് വെയിറ്റ് അടിപൊളിയാണ്, അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ ഡിസ്ക്കാണ്, സിംഗിൾ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബൈറ്റ് വരുന്നൊരു ഡിസ്ക്കാണ്. മീൻസ് അതൊരു ബ്രേക്കിംഗ് പവർ നല്ല രീതിക്കുണ്ട്. അതായത് ഇപ്പോൾ 4th ഗിയറിലാണ് ഒരു 30-ലൊക്കെ പോണത്. നോക്കിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതിപ്പോൾ 5th-ലോട്ടാക്കി കഴിഞ്ഞാലും എന്നാ കോണി വണ്ടി ഇതാ 30-ലൊക്കെ പോകുന്നു നോക്കിങ്ങിനൊന്നും ഇല്ലാതെ. 6th-ലിടുമ്പോൾ ചെറിയൊരു നോക്കിങ് ഉണ്ട്, പക്ഷെ വണ്ടി സ്മൂത്തായിട്ടാണ് പോകണം. ആ നോക്കിങ് നമ്മൾ സൗണ്ടിലൊരു ചെറിയ നോക്കിങ് ഉണ്ടെന്നല്ല, എഞ്ചിനകത്ത് വേറെ നമ്മളൊന്നും അറിയുന്നില്ല. എൻജിൻ പക്ക പെർഫെക്റ്റ്. സാധാരണ ഏപ്രിലെ എൻജിൻ്റെ റിലയബിലിറ്റിയുടെ കാര്യത്തിലൊന്നും അത്രയ്ക്ക് നല്ല പേരുള്ളൊരു പുള്ളി അല്ല. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല പവർ വരുന്നത്, ചുമ്മാ എടുത്തുകൊണ്ട് പോകണമെന്ന് കഴിഞ്ഞാൽ അങ്ങ് പോയാൽ മതി, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു സാധനമാണിത്. പക്ഷേ നമ്മൾ ഈ റൈഡിങ് പോസ്റ്ററായിട്ട് യൂസ്ഫുൾ ആവണം, അത്രേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്. കാരണം ഇത്രയും സ്പോർട്ടായിട്ടൊരു വണ്ടി നമ്മളൊരിക്കലും ഡേ ടു ഡേ ലൈഫിൽ ആരെങ്കിലും യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ, എനിക്കങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല. ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടി ഡേ ടു ഡേയിൽ ഭയങ്കര പാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. ആ സൗണ്ട് കൊള്ളായിരുന്നു. അപ്പോൾ ഇത്രയും കുറേയൊക്കെ നെഗറ്റീവ് ഞാൻ പറഞ്ഞെങ്കിലും ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, ഉള്ളത് ഞാൻ പറയാമല്ലോ. കാരണം സീറ്റിംഗ് പോസ്റ്റർ കറക്റ്റല്ല, അത് മീൻസ് ഭയങ്കര സ്പോർട്ടിയാണിത്. ഇത് ഡേ ടു ഡേ ലൈഫിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയേ അല്ല. പക്ഷേ ആ എൻജിനെന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു എൻജിൻ ഓട്ടിക്കാനൊക്കെ, അത് ഭയങ്കര സുഖമാണിത്. അല്ല, എടുത്തുകൊണ്ട് പോവാണ്, ചുമ്മാ അങ്ങ് എടുത്തുകൊണ്ട് പോവാം. 6th ഗിയറിലായിരുന്നു, ഞാൻ ഗിയർ ഡൗൺ ചെയ്യണമെന്നില്ല. അതായപ്പോൾ ഒരു കുറച്ച് ഞാൻ കൊണ്ടുവന്നൊരു ഞാൻ കുറച്ച് ഒരു 30-ലൊക്കെ എത്തിച്ചു. ചുമ്മാ ഒന്ന് കൈ കൊടുത്താൽ മതി, അതങ്ങ് കയറി പോവുക.
ഇപ്പോൾ എൻ്റെ കൈ ഒരു വരുമോ കേട്ടോ, ഉള്ള ഞാൻ പറയാം. ഈ എനിക്കെന്തായാലും പിടിക്കില്ല. എന്നാൽ എനിക്ക് സെറ്റാവുന്ന രീതിയിലല്ല ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. പക്ഷേ സ്പോർട്സ് ബൈക്കുകൾ എനിക്കങ്ങനെ പൊതുവെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ടൊക്കെ പോവുകയാണ്, ഒരു ലോങ് അങ്ങനെയുള്ളൊരു സ്യൂട്ടാകുമെന്ന് വെച്ചാൽ ഓക്കെയാണ്. ഹൈവേക്കൊക്കെ ചീറി പഞ്ഞു പോവാം. ഒരു 150 160 ചുമ്മാ ക്രൂസ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല അടിപൊളി സാധനം. പക്ഷേ ക്രൂസ് കൺട്രോൾ കൊടുത്തില്ല, അതൊരു മാതിരി പന്നത്തരമായി പോയി. നമുക്കിതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം അല്ലേ. നല്ല മാരക സൗണ്ട്. ഒരു റോഡിൻ്റെ സൈഡിൽ വെച്ച് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടുന്ന് പോകാം അല്ലേ, അതായിരിക്കും നല്ലത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വണ്ടി എടുക്കാം ഇവിടുന്ന്. ഓഫായ സ്റ്റാൻഡ്, സോറി. ഈ ട്രാഫിക് സിഗ്നലൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു അറ്റൻഷൻ ഗ്രാബറാണ് ഈ സാധനം. അയ്യേ, ഹോണെന്താ ഇങ്ങനെ ഒരുമാതിരി ഓട്ടോയ്ക്ക് വയ്ക്കുന്ന ഹോൺ. വൻ പരാജയമായിപ്പോല്ലോ അതിൻ്റെ ഹോൺ. രസമാണ്. ഞാനത് ഓട്ടിക്കാൻ എടുത്തപ്പോൾ തോന്നിയൊരു ഇമ്പ്രഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. എനിക്കത് ഓട്ടിക്കും തോറും ഈ ഒരു വണ്ടിയോടുള്ളൊരു സ്നേഹം ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ബേസിക്കലി എനിക്കിങ്ങനെ സ്പോർട്സ് വണ്ടികളോട് താല്പര്യമുള്ള ഒരാളേ അല്ല ഞാൻ. പക്ഷേ ഈ ഒരു വണ്ടി എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണത് ഓട്ടിക്കാനായിട്ട്. എനിക്ക് ഇത് പ്ലാന്റഡ് ഫുട്ടാണ് കേട്ടോ, രണ്ട് സൈഡിലും. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 173 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പം ഓൾമോസ്റ്റ് വലിയ ഒരു ആവറേജ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് ഓക്കെയാണ്. അതാണെങ്കിൽ സീറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡറാണ് കേട്ടോ. വലിയൊരു കുഷനിങ് എന്നുള്ളതായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ഇത്ര ഞാൻ ഇരപ്പിച്ചൊക്കെ നോക്കിയതാണ്, പക്ഷേ വണ്ടിക്ക് വലിയ ഹീറ്റിംഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ ഞാൻ ട്രാഫിക്കിൽ, അതും നല്ല പുരുവേരത്താണ് ഞാൻ ഈ വണ്ടി ഓട്ടിക്കുന്നത്. അതും ബാംഗ്ലൂരിലെ ഹീറ്റാണ് ഇപ്പം നട്ടുച്ചയ്ക്ക്. എന്നിട്ടും വലുതായിട്ട് എനിക്ക് കാലിലോട്ടൊന്നും അങ്ങനെ ഹീറ്റ് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജീൻസാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ പിന്നെ ജീൻസിൻ്റെ അടിയിൽ ബേസ് ലെയറോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെയൊക്കെ ഞാൻ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിമാലയൻ്റെയൊക്കെ ഹീറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് താരതമ്യേന വളരെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ട്വിൻ സിലിണ്ടർ 450cc എൻജിൻ നല്ലൊരു കാര്യമാണ് അത്, ഇത്രയും ഹീറ്റ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ, അത് മോശമായിപ്പോയി. അതുകൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും റീച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ക്ലച്ചും ബ്രേക്കും പിടിക്കുന്ന സമയത്ത് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. റോഡിലെ കുണ്ടും കുഴിയൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഒബ്വിയസ്ലി സസ്പെൻഷൻ കുറച്ച് ഹാർഡറാണ്. പിന്നെ സ്വിച്ചസിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഒറ്റ സ്വിച്ചായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 4 ജോയ്സ്റ്റിക്ക് കണക്കൊരു സാധനം നമ്മുടെ മെനുവിലൊക്കെ ഉള്ളത് നാവിഗേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ പിന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ കില്ലും സ്റ്റാർട്ടർ ബട്ടണും. ഇത് ഹസാർഡാണോ? അതായിരുന്നു മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ആയിട്ട്. ഞാൻ വിചാരിച്ചത് ഹസാർഡാന്ന് വിചാരിച്ചു. അതൊരു വല്ലാത്ത പ്ലേസ്മെൻ്റ് ആയിപ്പോയി. ഇത്ര നേരം നമ്മൾ സ്പോർട്സിലായിരുന്നു, ഇപ്പോൾ അത് ഇക്കോയിലോട്ട് മാറി. ഓക്കെ, റെയിൻ സ്പോട്ട്. ഓക്കെ, 3 റൈഡിങ് മോഡ്സ് ഉണ്ട്. അപ്പം വണ്ടിക്ക് ഹസാർഡ് ഇല്ല.
അതെന്തേ ഹസാർഡില്ലാത്ത? അത് വളരെ മോശമായി കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മോഡ് ചേഞ്ച് ചെയ്യാൻ നോക്കി, ഞാൻ മെനുവിൽ കിടന്ന് നാവിഗേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പക്ഷേ ഇപ്പുറത്തിവിടെ ഇത്രയും ആക്സസിബിളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അറിഞ്ഞില്ല എന്നോടാരും പറഞ്ഞില്ല എന്ന് പറയുന്ന രീതിയായി ഇപ്പോൾ ഇത്. പക്ഷേ ഓവറോൾ നല്ലൊരു വണ്ടി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാനങ്ങനെ സ്പോർട്സ് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല, പ്രത്യേകിച്ച് എപ്രില എൻജിൻസിൻ്റെ അടുത്ത് എനിക്ക് അത്രയ്ക്ക് പ്രേമമില്ലായിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു എൻജിൻ, ഈ ഒരു വണ്ടി കൊള്ളാം. അന്നേരം നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു ഫാനേ അല്ല, പക്ഷേ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു എൻഗേജിങ് ആണ്. ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നിയൊരു ബൈക്കാണ്. ഞാൻ എല്ലാ വണ്ടികൾക്കും അങ്ങനെ പറയാറില്ല, ഈവൻ R15 പോലും ഞാൻ കുറച്ച് ഓട്ടിച്ചിട്ടുള്ളൊരു ബൈക്കാണെങ്കിൽ കൂടി, പക്ഷെ അത് എനിക്കൊരു അത്രയ്ക്കും ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു വണ്ടി, അതും എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ വെച്ചിട്ട് ഞാൻ ഇഷ്ടമെന്ന് പറയുന്ന ഒരു വണ്ടിയാണിത്. ഓക്കെ, അപ്പം എപ്രില അങ്ങനെ ഞാനങ്ങനെ ഓട്ടിച്ച് നോക്കിയിട്ടുള്ള ബൈക്കുകളല്ല എപ്രിലയുടെ ബൈക്സ് എന്ന് പറയുന്നത്. ഈവൻ അതിൻ്റെ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ കൂടി എനിക്ക് അതിൻ്റെ എൻജിൻ മീൻസ് ആ ഒരു വണ്ടി ടോട്ടലി എനിക്ക് ഇടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആരും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഞാൻ ഒരു R15 ഒരു അപ്ഗ്രേഡ് നോക്കുന്ന ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയായിരിക്കും എപ്പോഴും. ഓക്കെ, ആ വണ്ടിയുടെ ഒരു പവറും പിക്കപ്പും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയൊരു കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ.